ആദ്യം എടുക്കോ ശിവ പോയി വാങ്ങിക്കോ. അതാ ഷിയാപ്പാനടുത്ത് നിന്ന് വാങ്ങിക്കോ. പിടിച്ചാത് വാങ്ങിക്കോ വേണ്ടല്ലേ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത്, അതിൻ്റെ മുന്നേ എല്ലാവർക്കും ഈദ് മുബാറക്. ഇപ്പോൾ ഉള്ളത് ഞാൻ തലശ്ശേരി കേട്ടോ. അപ്പോൾ കുറേ വീഡിയോസ്, കുക്കിംഗ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പെരുന്നാളിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് പോകുന്നതൊക്കെ പോകുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ അല്ലേ ഭയങ്കര ചൂടാട്ടോ. അതാണ് ഇങ്ങനെ വേർത്ത് വലിക്കുന്നത്. നമ്മൾ വയനാട്ടിൽ നിന്ന് തലശ്ശേരിക്ക് ഇന്നലെ ആട്ടോ എത്തി. ഇന്നലെ രാത്രി ഒരു 11 മണിയാക്കി ഇന്നലെ എത്തുമ്പോൾ. അപ്പോൾ ഇന്ന് രാവിലെ എണീച്ച് പെരുന്നാളല്ലേ, അപ്പോൾ നേരത്തെ തന്നെ എണീക്കണം. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അപ്പോൾ നമ്മളിന്ന് ഫുഡ് കഴിക്കാനൊന്നും ഇപ്പോൾ നിൽക്കുന്നില്ല. നമ്മൾ വന്നിട്ട് ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് ബഷീൽ ഖാൻ അനിയനും ഏട്ടൻ്റെ ഭാര്യ എല്ലാവരും വരും. അപ്പോൾ ഓരിവിടെ എത്തുമ്പോൾ നമുക്കിവിടെ എത്തണം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമുക്ക് പോകാനുള്ള കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച്. പെരുന്നാളായാലും നമുക്ക് എന്താ കുടുംബ സന്ദർശനം സുന്നത്താണല്ലോ. അപ്പോൾ അതെങ്കിലൊക്കെ ഒന്ന് കിട്ടട്ടെ. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. വരാ പറ, ടാറ്റ പറ. പീതാനോടെ പോയിട്ട് വരാറാ. പോയിട്ട് വരാ. നല്ല വെയിലാട്ടോ പുറത്ത്, നല്ല ചൂടുണ്ട്. വണ്ടി എടുക്കണമെങ്കിൽ അപ്പുറം പോണം. നോക്കടാ പ്ലീസടാ. ഹായ് പറ. അപ്പം നമ്മൾ പോകുന്നത് തലശ്ശേരിയിൽ നിന്ന് മൊയ്പ്പിലങ്ങാടാക്കാട്ടോ പോകുന്നത്. ഇവിടെ നിന്ന് ഒരു 1/4 മണിക്കൂറത്തെ ദൂരമുണ്ട് അങ്ങോട്ടേക്ക്. അതിൽ കൂടിയാലേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പോകുന്ന വഴികളൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പെരുന്നാളായതുകൊണ്ട് തന്നെ രാവിലെ ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവുണ്ട്. ഉച്ച കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് വണ്ടി പോക്ക് കുറച്ച് റിസ്ക്കാന്ന് വെച്ചാൽ നല്ല ബ്ലോക്ക് ആയിരിക്കും. ഇപ്പോൾ ബീച്ച് ഫെസ്റ്റൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ പോകുന്ന വഴികളൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തതെന്നുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട്, മൊയ്പ്പിലങ്ങാട് എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് ബഷീൽ ഖാൻ്റെ പെങ്ങളെ വീട്ടിലേക്കാട്ടോ. രാവിലെ പോയി കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ തിരിച്ചു വരാമല്ലോ. അപ്പോൾ അതാ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടെ കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ഇതും പറക്കറാ കുടുക്കി. ഇവിടെ എത്തി പിന്നെ നമ്മൾ ഫുഡൊന്നും കഴിക്കാൻ നിൽക്കുന്നില്ല. എന്താ വെച്ചാൽ പുറക്ക് ആക്കി വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഉമ്മ വെയിറ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ പിന്നെ ഒന്ന് കയറി ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് അവിടെയും ബിരിയാണി തന്നെ. ഇപ്പോൾ പെരുന്നാൾക്ക് എല്ലായിടത്തും ബിരിയാണി തന്നെയല്ലേ. അപ്പോൾ മീൻ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഫുഡ് കഴിക്കാനൊന്നും നമ്മൾ നിന്നിക്കില്ല. മീൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചത് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വെള്ളം കുടിച്ചിട്ടോ മുച്ചീറ്റോ ഉണ്ടാക്കിനു. നമ്മളെ പാഷൻ ഫ്രൂട്ടില്ലേ, ശരിക്കും ഈ ഫ്രഷൻ ഫ്രൂട്ട് എന്നായിട്ട് നമ്മളെ നാട്ടിൽ പറയാം. പാഷൻ ഫ്രൂട്ടാണ്, പക്ഷേ ഫ്രഷൻ ഫ്രൂട്ട് നമ്മളെ വയനാട്ടുകാർ ചിലരൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇതാ അതും കുടിച്ച് പിന്നെ നോക്കുമ്പോൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടായിരുന്നു, അതും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ നാട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നില്ലേ പുഡിങ് ഉണ്ടാക്കും, അല്ലെങ്കിൽ പായസം എന്തായാലും ഉണ്ടാക്കും. പിന്നെ അതിൻ്റെ കൂടെ ചോറൊക്കെ തിന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു
പുഡിങ് ഉണ്ടാക്കലുണ്ട്. ഇപ്പം കേട്ടോ പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയ, പണ്ടൊന്നുമില്ലേനു. പണ്ട് പായസവും ചോറേനും ബിരിയാണി. അപ്പോൾ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഈ ഒരു പായസമൊക്കെ മാറി ഇപ്പോൾ പുഡിങ്ങും ഇങ്ങനത്തെ എന്താ പറയുക ഹൈ ലെവലിലേക്കൊക്കെ ഏകദേശം എത്തിയിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ ഇതാ അതിൻ്റെ മേലെ കുറച്ച് നട്ട്സും ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടിട്ട് ഫ്രൂട്ട് സലാഡ് സെറ്റാക്കിയിട്ടുണ്ട്. ബാക്കി ഐസ്ക്രീമൊക്കെ ഇങ്ങനെ ആദ്യം തിന്നുന്നുണ്ട്. പിന്നെ അവിടുന്ന് കുറച്ച് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവിടുന്ന് നേരെ പിന്നെയും തലശ്ശേരിക്ക് തിരിച്ചു പോകണം. പിന്നെ 2-3 സ്ഥലത്ത് കയറണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ചൂട് കാരണം ഏടി കയറാൻ പറ്റിയില്ല കേട്ടോ. നല്ല ചൂടേനു. അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക, പുറത്തിറങ്ങാനൊന്നും പറ്റൂല കേട്ടോ. എന്താ വെച്ചാൽ ഉച്ച സമയമായപ്പോഴേക്കും നല്ല ചൂട് കൂടി തുടങ്ങിയിരുന്നു. അപ്പോൾ നമ്മൾ വേറെ എവിടെയും കയറിയില്ല, നേരെ പുറക്കേക്ക് തന്നെ പോയിട്ടോ. അപ്പോൾ കുറേ സ്ഥലത്തൊക്കെ കയറണം എന്നൊക്കെ വിചാരിച്ചിറങ്ങി, പക്ഷേ ഒന്നും നടന്നില്ല. എന്താ വെച്ചാൽ ഉച്ചയായപ്പോൾ നല്ല ക്ഷീണമായി. പിന്നെ പുറക്ക് പോയി വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ കിടന്നുറങ്ങി. പൈസേ നേരത്തെ ഞങ്ങള് അങ്ങോട്ട് ഉപ്പിത്താൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഈ ഇല്ലേനല്ലോ, ഇപ്പം ഈ എങ്ങനെയാ വന്നേ? എങ്ങോട്ട് പോയി? വീട്ടിൽ പോയിട്ട് വന്നത്. എന്നിട്ടോ എന്നിട്ട് നമ്മള് ചോറ് എന്നിട്ട് വന്ന് ബയ്യ ബീച്ചിൽ പോവും. ചോറ് എന്ത് ചോറന്ന്? തുപ്പിത്താൻ്റെ അടുത്ത് പോയിട്ട് പടക്കം പൊട്ടിക്കും. എന്നിട്ട് ചോറ് ബിരിയാണി ഉപ്പിത്താൻ്റെ അടുള്ള. എന്ത് ബിരിയാണിയാണോ? ബിരിയാണിയാ അല്ലടാ, എന്താ മീനോ ബീഫോ ചിക്കനോ? മീനും ഇറച്ചിയും ഉണ്ട്. കട്ടർ ചടി ചടി ചടി. ആദ്യം എന്ത് ചോറ തിന്നേ? നെയ്ച്ചോറാ? നെയ്ച്ചോറാ? ബിരിയാണിയാ? എന്താ എന്ത് ചോറാ തിന്നേ? നാണം നോക്കിയാ ഗേറ്റ് പൂട്ടി ഗായ്സ്. ഗേറ്റ് പൂട്ടി ഗായ്സ്. ഇപ്പൊ ഗേറ്റ് തുറക്കും ഗായ്സ്. അങ്ങനെന്താ ഞങ്ങൾ നേരെ തന്നെ പുറക്കേക്ക് വന്ന് ബിരിയാണിയൊക്കെ ദമ്മ് പൊട്ടിച്ച്, നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടേനോ മീൻ ബിരിയാണി ഉണ്ടേനു കേട്ടോ. എന്താ വെച്ചാൽ ചിക്കൻ കൂട്ടാത്തവരുണ്ടേനു. അപ്പോൾ 2 ബിരിയാണി വെച്ച് കിട്ടും. ഒന്നും ചിക്കൻ കൂട്ടില്ല, അതുകൊണ്ട് തന്നെ മീൻ ബിരിയാണിയും വെച്ചിരുന്നു. നമ്മളിതാ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ കിടന്നുറങ്ങിയിട്ട്. എന്താ വെച്ചാൽ ഉച്ച കഴിയുമ്പോഴേക്കും ബാക്കി എല്ലാവരും വരുമല്ലോ. അപ്പോൾ നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇത് ബഷീൽ ഖാൻ്റെ ഏട്ടൻ്റെ മക്കളും ഭാര്യയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാം വന്ന് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീമെല്ലാം കഴിച്ച് എന്തായാലും പെരുന്നാൾ അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞിട്ടോ. എന്താ വെച്ചാൽ ഒരു ഉറക്കം എന്തായാലും നിർബന്ധം കേട്ടോ. എല്ലാ പെരുന്നാൾക്ക് ഉച്ചക്കൊരു ഉറക്കം നിർബന്ധമാണ്. അതൊരു 10 മിനിറ്റ് ആണെങ്കിലും 5 മിനിറ്റ് ആണെങ്കിലും ഒന്നുറങ്ങിയാൽ നല്ലൊരു സുഖം കേട്ടോ. അപ്പോഴത്തേക്കുതാ ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട്. ആദ്യട്ടാലേ വിട്ട് നോക്കട്ടെ എന്നാ കാന്നേ ഇങ്ങന്ന് മിക്കുന്റെ കാതിൽ നോക്കട്ടെ. എന്താ നല്ല മൊഞ്ചുണ്ടല്ലോ. വാങ്ങിക്കോ, വാപ്പാനടുത്ത് വാങ്ങിക്കോ. അതോ
അപ്പോൾ അതാ ഒരു 10-10:30 ആയപ്പോഴേക്കും എല്ലാവരും പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് മെല്ലെ ഒന്ന് ബീച്ചിലൊക്കെ പോയി വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. എന്താ വെച്ചാൽ 2 കൊല്ലമായിട്ട് പെരുന്നാൾക്ക് ബഷീൽക്ക നാട്ടിലില്ല. അതുകൊണ്ട് തന്നെ പുറത്ത് നോക്കൂല, ഒന്നും എവിടെയും പോകില്ല കേട്ടോ. ചോറ് തിന്നുക കിടന്നുറങ്ങുക എന്നല്ലാണ്ട് കഴിഞ്ഞ ഇതിൻ്റെ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ചോറ് തിന്നുക കിടന്നുറങ്ങുക അങ്ങനെ അവസാനിപ്പിക്കല പെരുന്നാൾ. പക്ഷേ ഇന്നത്തെ പെരുന്നാൾ അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ആഘോഷിച്ചിട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ഫ്രം ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ്. അത് കാണിക്ക്. പുതിയ എന്തോ സാധനം.